നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. അനുനയവും അടവു നയവും. JDUവിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ വീരേന്ദ്രകുമാറുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച. കോഴിക്കോട് വീരേന്ദ്രകുമാറിന്റെ വസതിയിൽ അല്പം മുമ്പ് നടന്ന കൂടിക്കാഴ്ച JDUവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് സൂചന. സോണിയാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ UDF ഘടകകക്ഷി നേതാവെന്ന നിലയിൽ മുന്നണിയിലെ അതൃപ്തി അറിയിച്ച വീരേന്ദ്രകുമാർ പിന്നീട് പിണറായിയുമായും ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒത്തുതീർപ്പ് ശ്രമം JDUവിന്റെ ഇടതുപ്രവേശത്തിന് വഴിയൊരുങ്ങുന്നതിനിടെ വീരേന്ദ്രകുമാറുമായി വ്യക്തിപരമായ വിദ്വേഷമില്ലെന്നും ഉള്ളത് രാഷ്ട്രീയ ഭിന്നതകൾ മാത്രമെന്നും പിണറായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം വീരേന്ദ്രകുമാറിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പിണറായി പറഞ്ഞതിലും രാഷ്ട്രീയ സൂചനകൾ. മുഫ്തി യാത്രയായി. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. PDP നേതാവും ജമ്മു കാശ്മീരിന്റെ 6ാമത് മുഖ്യമന്ത്രിയുമായ മുഫ്തിയുടെ അന്ത്യം രാവിലെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. 79 വയസ്സായിരുന്നു. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് മകൾ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി പദത്തിലേക്ക്. മെഹബൂബയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ സഖ്യകക്ഷിയായ BJPയുടെ അംഗീകാരം. PDP അധ്യക്ഷയാണ് മെഹബൂബ. 2 തവണ കാശ്മീർ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ VP സിംഗ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയുമായിരുന്ന മുഫ്തിയുടെ അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന്. രോഗബാധയെ തുടർന്ന് മുഫ്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡിസംബർ 24-ന്. രോഗം മൂർച്ഛിച്ചതിനു ശേഷം ഒരാഴ്ചയായി വെന്റിലേറ്ററിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് മൃതദേഹം ഇന്നു തന്നെ കാശ്മീരിലേക്ക് കൊണ്ടുപോകും. മെഹബൂബയുടെ സ്ഥാനാരോഹണം ഔദ്യോഗിക ദുഃഖാചരണത്തിനു ശേഷം. പഴുതിന്റെ പൊരുൾ തേടി. പത്താൻകോട്ട് ആക്രമണത്തിന്റെ നിഴൽമായി മുമ്പേ ഗുർദാസ്പൂരിൽ വീണ്ടും ഭീകരരെ കണ്ടതായി സംശയം. സൈനിക വേഷം ധരിച്ച 2 പേർ കസ്റ്റഡിയിൽ. വ്യോമതാവളത്തിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് ദേശീയ സുരക്ഷാ സേന. ശനിയാഴ്ചത്തെ ഭീകരാക്രമണത്തിനു പിന്നിൽ SP സൽവീന്ദർ സിംഗിന് പങ്കുണ്ടോ എന്നതിൽ NIA അന്വേഷണം. SP-യുടെ ഔദ്യോഗിക വാഹനം തട്ടിയെടുത്ത ഭീകരർ ഇയാളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന് സംശയം. SP അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്യും. പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ അതിർത്തി കടന്ന വഴി വ്യക്തമല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് BSF റിപ്പോർട്ട്. സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച ഭീകര സംഘം ആയുധ സന്നാഹങ്ങളുമായി വ്യോമതാവളത്തിൽ കടന്നതിലെ ദുരൂഹതയുടെ കുരുക്കഴിക്കാൻ NIA. പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ചർച്ചകളുടെ കാര്യത്തിൽ ഈ ആഴ്ച തന്നെ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയതോടെ വിദേശകാര്യ സെക്രട്ടറി തല യോഗം നടക്കില്ലെന്ന് സൂചന. ഭീഷണിയുടെ അധ്യായം. ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ. ആണവായുധങ്ങൾക്കായി സമ്പുഷ്ട യുറേനിയം തയ്യാറാക്കുന്ന സാങ്കേതികവിദ്യ ഉത്തര കൊറിയയ്ക്ക് നൽകിയത് പാകിസ്ഥാനെന്ന് റിപ്പോർട്ട്. ആണവ പരീക്ഷണത്തിന്റെ ആശങ്കയുണർത്തി ഉത്തര കൊറിയ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ഇന്നലെ രാവിലെ. സ്ഥിരം ആണവ പരീക്ഷണ സ്ഥലമായ പങ്കീറിയിൽ ഭൂമിക്കടിയിലെ പരീക്ഷണത്തിന്റെ പ്രകമ്പന തീവ്രത റിക്ടർ സ്കെയിലിൽ 5.1. അമേരിക്കയുടെ ആക്രമണ ഭീഷണിക്കുള്ള പ്രതിരോധമെന്ന് ഉത്തര കൊറിയ വിശേഷിപ്പിച്ച ആണവ പരീക്ഷണം ഏകാധിപതിയായ കിം ജോങ് ഉന്നിന്റെ 33ാം ജന്മദിനത്തിനു 2 നാൾ മുമ്പ്. നേരത്തെ 2 തവണ ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ള ഉത്തര കൊറിയ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കുന്നത് ആദ്യം. കിം ജോങ് ഉന്നിന്റെ ഏകാധിപത്യ മനോഭാവം പ്രകടമായ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഉത്തര കൊറിയയുടെ സൗഹൃദ രാഷ്ട്രങ്ങളായ ചൈനയും റഷ്യയും. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് സഹായം നൽകുന്ന പാകിസ്ഥാന് പ്രതിഫലമായി കൊറിയ ബാലിസ്റ്റിക് മിസൈൽ ഭാഗങ്ങൾ നൽകുന്നതായും സൂചന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.